ഈ ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ ആയത്ത് സൂറത്തു നൂഹിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. അവിടെ 5 ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നൂഹ് നബി തൻ്റെ ജനതയോട് പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുവീൻ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പുറമേ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്തെ നിങ്ങൾക്ക് മീതെ കുറ്റിച്ചൊരിയുന്ന നിലക്കവൻ അയക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ല മഴ നിങ്ങൾക്ക് ലഭിക്കും. കേട്ടോ, മഴ ലഭിക്കും എന്നാണ് ഒരു ഗുണം പറഞ്ഞത്. അതിലൂടെ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് നേട്ടങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. മഴ ലഭ്യമാകുവാൻ ഇസ്തിഗ്ഫാർ കാരണമാകുന്നു. അതല്ലേ മഴയ്ക്ക് വേണ്ടി തേടുമ്പോൾ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുവേണ്ടി ആ അവസരത്തിൽ നമ്മൾ ധാരാളം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ടല്ലോ, പാപമോചന തേട്ടങ്ങൾ അധികരിപ്പിക്കാറുണ്ടല്ലോ. കാരണം പാപങ്ങൾ കാരണത്താലാണ് ഇവിടെ ബലാഅകൾ അധികരിക്കുന്നത്. ഇസ്തിഗ്ഫാറിലൂടെയാണ്, തൗബയിലൂടെയാണ് അതിൽ നിന്ന് നമുക്ക് രക്ഷയും നൽകപ്പെടുന്നത്. അപ്പോ ആ നിലക്കുള്ളൊരു പ്രത്യേകത മഴ ലഭിക്കുക എന്നുള്ളത്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാൽ, കണ്ടോ, ധനം കൊണ്ട് നിങ്ങളെ അവൻ സഹായിക്കും. വബനീന, സന്താനങ്ങളെ കൊണ്ട് സഹായിക്കും, മക്കളെ നൽകും, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകും, നല്ലവരായ മക്കളെ പ്രദാനം ചെയ്യും. ആ നിലക്കുള്ള ഗുണവും ഇസ്തിഗ്ഫാറിന്റെ ഗുണമായിട്ട് തന്നെ പഠിപ്പിച്ചു. വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് തോട്ടങ്ങൾ അവൻ തന്ന് സഹായിക്കും, നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. ഈ ഭൂമിയിൽ തന്നെ നല്ല നല്ല സുഖലോലുപമായ നല്ല നല്ല തോട്ടങ്ങൾ, കായ്കനികൾ വിളഞ്ഞു നിൽക്കുന്ന ഫലഭൂയിഷ്ടമായ മണ്ണിൽ വിളയുന്ന അത്തരത്തിലുള്ള തോട്ടങ്ങൾ. വയജ്അൽ ലക്കും അൻഹാറാ, നദികളെയും അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. പുഴകൾ ഇതൊക്കെ നനക്കാനും അതുപോലെ തന്നെ കുടിക്കാനും ഒക്കെ സൗകര്യാർത്ഥം ഇങ്ങനെ പുഴകളും നദികളുമൊക്കെ. ഏതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുമെന്ന് പറയുന്നത്? ഇസ്തിഗ്ഫാർ കൊണ്ട്. അപ്പൊ പരലോകത്തുള്ള ഏറ്റവും വലിയ രക്ഷയും നരക മോചനവും സ്വർഗ ലബ്ധിയുമാണ് നമ്മുടെ പരമമായ ലക്ഷ്യമെങ്കിലും ഈ ലോകത്ത് നിന്നുള്ള ഈ വിധത്തിലുള്ള നേട്ടങ്ങൾ കൂടി ഇതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല യുമത്യുക്കും മതാൻ ഹസനാ, നിങ്ങൾക്കവൻ നല്ല രൂപത്തിലുള്ള ജീവിത വിഭവങ്ങൾ ആസ്വദിപ്പിക്കുന്നതാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശക്തി, ശാരീരികമായ ശക്തിക്ക് വരെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക ബറക്കത്തുണ്ടാകും എന്നാണ്. ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞിടത്ത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ഇത് ഹൂദ് നബി തന്റെ ജനതയോട് പറഞ്ഞതാ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് കേരിച്ചു മടങ്ങുവീൻ, ഇസ്തിഗ്ഫാറിന് ചോദിക്കുവീൻ, നിങ്ങൾക്ക് ശക്തമായ മഴയവൻ നൽകും. മാത്രമല്ല വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങളുടെ ശക്തിക്ക് പുറമേ വീണ്ടും ശക്തി അവൻ വർദ്ധിപ്പിച്ചു തരും. ആരോടാ ഇത് പറയുന്നത്? നമ്മൾ ആലോചിക്കണം. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത എന്ന് പറഞ്ഞാൽ ആദ് ഗോത്രമാണ്. ആദ് ഗോത്രത്തിലേക്കാണ് ഹൂദ് നബി അലൈഹിസ്സലാം അയക്കപ്പെടുന്നത്. ആ സമൂഹത്തിന്റെ ശക്തി എത്രയാണെന്നറിയോ? മല്ലന്മാരായിരുന്നു അവര്. ആദും സമൂദും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭീമാകാരന്മാരും തടിമിടുക്കന്മാരും വലിയ ആരോഗ്യമുള്ളവരും. ഞങ്ങളെക്കാൾ തടിമിടുക്കും ശക്തിയൊക്കെയുള്ള വേറെ ആരുണ്ട് എന്നൊക്കെ ചോദിച്ചു നടന്നിരുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം.
ആ ജനതയോട് പോലും ഹൂദ് നബി അലൈഹിസ്സലാം പറയാണ്, നിങ്ങൾ പാപമോചനത്തിനുള്ള തേട്ടം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ യസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിക്ക് പുറമേ ശക്തിക്ക് മേൽ വീണ്ടും അവൻ ശക്തി തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. അപ്പൊ അതും ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം മെച്ചപ്പെടും എന്നുകൂടിയാണ് ആ പറയുന്നത്. ആരോഗ്യത്തിന് അനാരോഗ്യത്തിന് പരിഹാരം കൂടിയാണ് ഇസ്തിഗ്ഫാർ. എല്ലാത്തിനുമുള്ള ഒരു ഒറ്റമൂലിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സഹോദരങ്ങളെ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു ഗുണം ഏതാണ്? മറ്റൊരു ഗുണം അത് നമ്മുടെ മാനസികമായ വിഷമങ്ങൾ, മനക്ലേശങ്ങൾ ഒഴിവാകുവാനുള്ള കാരണമാണ്. അതിൽ നിന്ന് രക്ഷ നേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ, പാപമോചന തേട്ടം ഒരാൾ അധികരിപ്പിച്ച് അതിങ്ങനെ നിത്യമാക്കിയാൽ, അള്ളാഹു അവൻ്റെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും ഒരു എക്സിറ്റ് നൽകും. മഖ്റജ് എന്ന് പുറത്തു കിടക്കാനുള്ളൊരു വഴി, മനക്ലേശത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു എക്സിറ്റ്, പുറമേക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി അവൻ അള്ളാഹു തുറന്നു കൊടുക്കും. മനോവിഷമങ്ങളിൽ നിന്ന് ഒരു വിടുതൽ അവൻ അള്ളാഹു നൽകും, തുറവി നൽകും. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബവന് ആഹാരവും വിഭവങ്ങളും നൽകുകയും ചെയ്യും. ഇതൊക്കെ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകതയാണ്. ഇതും ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടമാണ്. മറ്റൊരു നേട്ടം, ഈ ലോകത്ത് തന്നെയും വ്യാപകമായ ശിക്ഷകൾ ഇറങ്ങുമ്പോൾ ആ ശിക്ഷകളിൽ നിന്ന് കാവലുണ്ടാകും. ഈ സമൂഹത്തെ മുഴുവൻ അല്ലാഹു തആല മുൻ സമൂഹങ്ങളിലുള്ള ആളുകളെ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിനെ മുഴുവനായും തകർത്ത് തരിപ്പണമാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഖുർആൻ പറയുന്നിടത്ത് 2 കാരണങ്ങളാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മുൻഗാമികളായ സമുദായങ്ങളെയൊക്കെ മുച്ചൂടും നശിപ്പിച്ചിട്ടുണ്ട്, തകർത്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഉമ്മത്തിനെ 2 കാരണങ്ങളാൽ മുച്ചൂടും എല്ലാ നിലക്കും പൂർണ്ണമായും നശിപ്പിക്കുന്നില്ല എന്ന് നബി തങ്ങളുള്ള കാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ച 2 കാരണങ്ങൾ. ഒന്ന് അവിടുന്നുള്ള കാലത്തേക്ക് ബാധകമാണെങ്കിൽ, ഒന്ന് അവിടുത്തെ പിൽക്കാലത്തേക്കും ബാധകമായ കാര്യമാണ്. അതെന്താ? സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ ആയത്ത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു അവിടെ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയില്ല, വഅൻത ഫീഹിം, നീ അവരിൽ ഉണ്ടായിരിക്കേ. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ള ഈ ഉമ്മത്തിനെ അന്ന് മുഴുവനായും തകർത്ത് നശിപ്പിക്കാത്തത് എന്താ? കാരണം എന്താ? ഒരു കാരണം, നീ അവരിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലുണ്ട് എന്ന പ്രത്യേകത കൊണ്ട് ആ സമൂഹം ആകപ്പാടെ നശിപ്പിക്കപ്പെടാതെ പോയി. അതൊരു അനുഗ്രഹമാണ്. പിന്നെ പറഞ്ഞ കാരണം എന്താണ്? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിനോട് മനുഷ്യർ പൊറുക്കലിനെ ചോദിക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല മുഴുവനായും ആളുകളെ എന്ത് ചെയ്യൂല? നശിപ്പിക്കൂല. അവിടെയായിട്ട് ചില ശിക്ഷകളും നാശങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതുപോലെ വേരോടെ പിഴുതെറിയപ്പെടുന്ന ഒരു സമൂഹം മുഴുവനായി തകർത്തെറിയപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല. അതിനുള്ള കാരണം, ഒന്ന് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ശേഷമോ ജനങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമത്രയും അവരെ വേരോടെ തകർത്തെറിയുകയില്ല, നശിപ്പിക്കുകയില്ല. സഹോദരങ്ങളെ, അതും നമുക്കൊരു കാവലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണ്? ശത്രുക്കളെ പേടിക്കാത്തവരാരാ ഉള്ളത്? ശത്രുക്കൾ അങ്ങനെ വരുന്നു, നമ്മെ ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ വളരെ ഭീതിയോടുകൂടെ കഴിയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. പാപമോചന തേട്ടങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിനെ പേടി കൂടുമ്പോഴെല്ലാം, മനസ്സിൽ ഭീതിയും അതുപോലെ തന്നെ പേടിയും, ഏത് കാരണത്താൽ ശത്രു നമ്മളെ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുക, എപ്പോഴാണ് ശത്രുക്കളുടെ അക്രമങ്ങൾക്ക് നമ്മൾ ഇരയാവുക, എപ്പോഴാണ് ശത്രുക്കളുടെ കരങ്ങളാലും അവരുണ്ടാക്കുന്ന നിയമങ്ങളാലുമൊക്കെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരിക എന്നൊക്കെ നമ്മൾ പേടിക്കുന്നില്ലേ? അങ്ങനെയുള്ള ഏത് ഭയം തോന്നുമ്പോഴും പരിഹാരം എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ്. അതിലൂടെ റബ്ബിൻ്റെ സഹായം ഉണ്ടാകും എന്നാണ്. മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ കൂടെ
യാതൊരു രൂപത്തിലുള്ള ഭയവും കൂടാതെ പൊരുതി നിന്ന വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ 146, 147, 148 ആയത്തുകളിൽ. അവിടെ എന്താ റബ്ബ് പറയുന്നറിയോ? وكأين من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. എത്രയെത്ര നബിമാർ, ആ നബിമാരുടെ കൂടെ എത്രയോ ആളുകൾ പോരാടിയിട്ടുണ്ട് ധൈര്യസമേതം. അള്ളാഹിന്റെ മാർഗത്തിൽ അവർക്ക് ബാധിച്ച ഒരു കാര്യങ്ങളും അവരെ ദുർബലപ്പെടുത്തിയിട്ടില്ല. അവര് വളരെ നിന്ദ്യരാകാനും പോയിട്ടില്ല. കാരണം അവർ ക്ഷമയോടെ ഉറച്ചു നിന്നവരാണ്. അതുകൊണ്ട് റബ്ബിന്റെ കാവൽ അവർക്കുണ്ടായി. അത്തരം ഘട്ടങ്ങളിലൊക്കെ അതാണ് നമ്മുടെ പോയിന്റ്. അത്തരം ഘട്ടങ്ങളിലൊക്കെ അവര് പറഞ്ഞിരുന്ന വാക്കുകൾ എന്താണ്? റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. വൈസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ കാര്യങ്ങളിൽ വല്ല അമിതത്വവും വന്നുപോയെങ്കിൽ അതും പുറത്തു തരേണമേ. വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ച് നിർത്തിത്തരേണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന ഇങ്ങനെ അവർ ധാരാളമായി വർദ്ധിപ്പിച്ചപ്പോൾ അല്ലാഹ് പറയുന്നത് നോക്കൂ. ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയാ വഹുസ്ന സവാബിൽ ആഖിറഹ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു തആല അവർക്ക് കൊടുത്തു എന്നാ പറയുന്നത്. ഈ തേട്ടത്തിലൂടെ പ്രാർത്ഥനയിലൂടെയൊക്കെ അള്ളാഹു അവർക്ക് ഈ ലോകത്തും ഒരുപാട് ഗുണങ്ങൾ കൊടുത്തു, പരലോകത്ത് മെച്ചപ്പെട്ട ഒരുപാട് പ്രതിഫലം വേറെയും. ഇത്തരത്തിൽ സുഹൃതം ചെയ്യുന്ന നല്ലവരായ ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, ഇന്ന് നാം പറഞ്ഞ ഈ നേട്ടങ്ങളും ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നേടിയെടുക്കുന്നതാണ്. കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞ 7 കാര്യങ്ങളും ഇന്ന് പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളുമടക്കം 13ഓളം പ്രത്യേകമായ ഫലങ്ങൾ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുണ്ട്. അത് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ കണക്കിലെടുക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പാപമോചന തേട്ടങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.